ഇടുക്കി തൊടുപുഴയിലെ കുട്ടി കർഷകർക്ക് സഹായവുമായി സർക്കാരും സിനിമാ താരങ്ങളും. കൂട്ടത്തോടെ ചത്ത പശുക്കൾക്ക് പകരം സർക്കാർ 5 പശുക്കളെയും ഒരു മാസത്തെ കാലിത്തീറ്റയും കൈമാറുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. നടൻ ജയറാം 5 ലക്ഷം രൂപ കുട്ടികളുടെ വീട്ടിലെത്തി കൈമാറി. മമ്മൂട്ടിയും പൃഥ്വിരാജും പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുതുവർഷ പുലരിയിലുണ്ടായ ദുരന്തം ഇവർക്കുണ്ടാക്കിയ ആഘാതം ഒട്ടും ചെറുതായിരുന്നില്ല. പിതാവിന്റെ മരണശേഷം കുടുംബത്തിന്റെ ആശ്രയം 22 പശുക്കളുള്ള ഇവരുടെ ഫാമായിരുന്നു. 13 പശുക്കൾ ചത്തതിനു പിന്നാലെ കുട്ടി കർഷകരെ കേരളമൊന്നാകെ ഏറ്റെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് ആദ്യമുണ്ടായത്. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടികളെ വീട്ടിലെത്തി കണ്ടു. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. സഹായവുമായി നടൻ ജയറാമും വെള്ളിയാമറ്റത്തെ വീട്ടിലെത്തി. തന്റെ പുതിയ സിനിമയായ എബ്രഹാം ഓസ്ലറിന്റെ പ്രചരണ പരിപാടികൾക്ക് മാറ്റിവെച്ച 5 ലക്ഷം രൂപ കുട്ടികൾക്ക് കൈമാറി. ട്രെയിലർ ലോഞ്ചും നാളെ നടക്കുന്നുണ്ടായിരുന്നു. എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ. നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ, ഭക്ഷണം വേണ്ട വെച്ചാൽ, ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 ലക്ഷം രൂപ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. നടൻ മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. PJ ജോസഫ് MLA കുട്ടികൾക്ക് ഒരു പശുവിനെ കൈമാറും. എല്ലാവർക്കും നന്ദിയെന്ന് കുട്ടി കർഷകർ. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പല കോണിൽ നിന്നുള്ളവർ വരെ സഹായമായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷം. സങ്കടമൊക്കെ മാറിയോ? മാറി. കുടുംബത്തിന് പിന്തുണ അറിയിച്ച കൂടുതൽ പേർ രംഗത്തെത്തിയിട്ടുണ്ട്. പഠനത്തോടൊപ്പം പശു വളർത്തൽ ഊർജിതമായി കൊണ്ടുപോകാൻ തന്നെയാണ് കുട്ടികളുടെ തീരുമാനം. ഇടുക്കി തൊടുപുഴയിൽ നിന്ന് ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കലിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.